ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നൊക്കെയാണ്. ഇന്ന് കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ ആണ്ടാണ്. അപ്പം ബലിയിടാനായിട്ട് വർക്കല നമ്മൾ പോവുകയാണ്. അണ്ണനുണ്ട്, വിഷ്ണുണ്ട്, വിനീഷുണ്ട്, പിന്നെ അവരെ ചേച്ചിയുണ്ട്. അപ്പോൾ ഇത് പുന്നമൂട് ഗേറ്റാണ്. ട്രെയിൻ വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നി. അപ്പോൾ അവർ പെട്ടെന്ന് അടയ്ക്കുകയാണ് ചെയ്തത് ഗേറ്റ്. അത് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയാൻ വയ്യ, അങ്ങനെയാണ് നമുക്ക് തോന്നിയത്. ഇത് വളവാണ്, എസ് വളവാണ്. ക്ഷേത്രം എത്തുന്നതിന് മുന്നേ ഉള്ള എസ് വളവാണ്. ഇത് അമ്പലത്തിലോട്ട് കയറുന്നതിൻ്റെ എൻട്രിയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് കയറേണ്ടത്. ഇതിപ്പം നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ബലിയിടാൻ നമ്മൾ പാവനാശത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ബീച്ച്. ഇതാണ് ഒരു മദാമ്മ നടന്നു പോണ്. 5-6 പേരുണ്ട് ബലിയിടാൻ വേണ്ടി നിൽക്കുന്ന. അപ്പം ഇവർ സ്ഥിരം വരുന്ന ഒരു ബലിയിടുന്നൊരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പൻ പറഞ്ഞ് പോയി തല നനച്ചിട്ട് വരാൻ പറഞ്ഞ്. അപ്പൂപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോറ്റി തിരുമേനി. അങ്ങനെ നമ്മൾ കടലിൽ പോയി വെള്ളമൊക്കെ നനച്ച് തലയൊക്കെ നനച്ച് ഇതിപ്പം ബലിയിടാൻ വേണ്ടി അവർ നിൽക്കുകയാണ്. അങ്ങനെ ബലിയൊക്കെ ഇട്ട് കൊണ്ട് ഒഴുക്കുകയാണ് കടലിൽ. വർക്കല ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ബീച്ചാണ്, എല്ലാവരും പോകണം. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബീച്ച് എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ അവരൊന്ന് അമ്പലക്കുളത്തിൽ ഒന്ന് കുളിക്കുകയാണ്. ഞാൻ തലയൊന്ന് നനച്ച് അങ്ങനെ അമ്പലക്കുളത്തിൽ കുളിച്ച് നമ്മളിത് അമ്പലത്തിലോട്ട് കയറുകയാണ്. അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി അമ്പലമാണ്. അമ്പലത്തിൽ ഇതിപ്പോൾ മീൻ വളർത്തുന്ന കുളമാണ്. അമ്പലം അടിപൊളി അമ്പലം എന്ന് വെച്ചാൽ അടിപൊളി അമ്പലമാണ്, നല്ല നോക്കിയാണ് കയറി. ആ പടി കയറുമ്പോൾ തന്നെ ഒരു വൈബാണ്. പക്ഷേ ഇന്ന് അത്യാവശ്യം ആളും ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത ആളുണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു വലിയ അമ്പലമാണ്, മൊത്തത്തിലൊരു എന്തിനാണ് ബ്രിട്ടീഷുകാരെ കാലം തൊട്ടേ ഉള്ള ഒരു അമ്പലമാണ്, പഴക്കമുള്ള അമ്പലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീണ വായിക്കുന്നതാണ്. വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണയല്ല, അതിന് വേറെ എന്തിനാ പറയും. നമുക്ക് എന്തിനെങ്കിലുമൊക്കെ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നാളും പറഞ്ഞു കൊടുത്ത് വീണ വായിച്ചു തരും. ഇത് കമ്മിറ്റിയാണ്, ഓഫീസാണ്. നമുക്ക് അർച്ചന വല്ല എഴുതണമെങ്കിൽ അവിടെ നിന്ന് എഴുതാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വീഡിയോ ഞാൻ എടുത്ത്. അപ്പോൾ അവിടുത്തെ അവർ സെക്യൂരിറ്റി അല്ല, ഒരു പോറ്റി എന്ന് പറയാം. പോറ്റി വന്നിട്ട് ഇവിടെ വീഡിയോ ഒന്ന് എടുത്തുവിടെന്നും പറഞ്ഞ് എൻ്റെ ആളൊന്ന് ഓടിച്ച് വിട്ട്. അങ്ങനെ വെളിയിലുള്ള വീഡിയോ ആണ് മൊത്തം എടുക്കാൻ പറ്റുള്ളൂ. വെളിയിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, നല്ല വലിയ അമ്പലമാണ്, ഏരിയയാണ്. ഇത് വേക്ക് ഭാഗമാണ്. വേക്ക് ഭാഗം ആലയുണ്ടോ, ആലെന്ന് വെച്ചാൽ ഇത് മുതുക്ക് ആലാണ്. എന്നുവെച്ചാൽ പഴക്കമുള്ള ആലയുണ്ട്, ഇഷ്ടംപോലെ ഇതുണ്ട്. പിന്നെ വിളക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഈ ബീച്ചിൻ്റെ അടുത്ത് കിടക്കുന്ന അമ്പലമായതുകൊണ്ട് ഇഷ്ടംപോലെ ആൾ വരും, മദാമ്മമാരും സാഹിബന്മാരും വരും. ഇത് വേക്കിക്കൂടെയുള്ള എൻട്രിയാണ്. ഇറങ്ങി പോണത് ഇതിലേ പോവാം, എൻട്രി കയറി വരുന്നത് ഇതിലേ വരാം. ലാസ്റ്റ് എല്ലാ അമ്പലത്തിലെ ദേവീനൊക്കെ തൊഴുത് നമ്മൾ ലാസ്റ്റ് പോകാനായിട്ടുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതാണ്. ഇതുവരെയുള്ള സപ്പോർട്ട് ഇനിയും